പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ 4 അടിത്തൂണുകളിൽ കുറിച്ചാണ്. ആഹാരത്തെക്കുറിച്ചും നിരാഹാരത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണുകയാണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകും. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് വിശ്രമത്തെക്കുറിച്ചും വിനോദത്തെക്കുറിച്ചുമാണ്. നമുക്കറിയാം, എല്ലാ ജീവജാലങ്ങളിലും സ്വാഭാവികമായി ഉള്ള ഒരു സംഗതിയാണ് വിശ്രമം എന്ന് പറയുന്നത്. എന്തൊരു ജോലി കഴിഞ്ഞാലും കുറച്ച് സമയം ചുമ്മാതിരിക്കും. നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഏത് ജീവജാലങ്ങളിലും നോക്കിയാലും ഇത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്കൊരു ജീവി എന്ന നിലയ്ക്ക് നമുക്ക് അനിവാര്യമായി ലഭിക്കേണ്ട ഒരു സംഗതിയാണ്, സ്വാഭാവികമായി ലഭിക്കാറുമുണ്ട്. നമുക്കറിയാം, ഒരു വഴക്ക് നടന്നു കഴിഞ്ഞാൽ ആ രണ്ടുപേരെന്തെയും കുറച്ച് സമയം മാറിപ്പോയി മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വഴക്കുണ്ടാക്കുക. കുറച്ച് സമയം ഇങ്ങനെ അനങ്ങാതിരുന്നാലേ അല്ലെങ്കിൽ അടങ്ങിയിരുന്നാലേ നമുക്ക് വീണ്ടും ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതൊരു നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളിവിടെ പറയുന്നത്, ഞാൻ ഇതിനൊരു ശാസ്ത്രീയമായി നമ്മുടെ ജീവിതത്തിന് റെഗുലേറ്റ് ചെയ്ത ലൈഫിലേക്ക് ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ വെറുതെ ഇരിക്കാൻ, ഒന്നും ചെയ്യാതിരിക്കാൻ, ചുമ്മാതെ ഇരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, സമയം കണ്ടെത്താറുണ്ട്. ചിലപ്പോൾ അത് കായലിൻ്റെ സൈഡിലായിരിക്കും, ചിലപ്പോൾ അത് മലയുടെ മുകളിലായിരിക്കും, ചിലപ്പോൾ കടൽ തീരത്തായിരിക്കും, ചിലപ്പോൾ താമസിക്കുന്ന റൂമിൽ തന്നെയായിരിക്കും, ചിലപ്പോൾ എവിടെയാണോ അവിടെ കുറച്ച് സമയം വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇത് അതുപോലെ തന്നെ എന്ത് ജോലി ചെയ്യുമ്പോഴും ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുറച്ച് സമയം എന്ത് ചെയ്യുക, വിശ്രമിക്കുക. 5 മിനിറ്റ് 10 മിനിറ്റ് വിശ്രമം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ശീലം ഈ ഒരു 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിന് കുറച്ച് ക്ലാരിറ്റി കിട്ടുകയും എൻ്റെ ജീവിതത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായി നമ്മളിലുള്ള ഒരു കാര്യത്തെ റെഗുലേറ്റ് ചെയ്യുക മാത്രമാണ് നാം ചെയ്തിട്ടുള്ളത്. ഈ ധ്യാനം എന്നൊക്കെ പറയുന്ന സംഗതി അതാണ്, ധ്യാനം, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിൽ ഒരുപാട് ഫിലോസഫിക്കലായിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പ്രയാസം വരും, അല്ലെങ്കിൽ എപ്പോഴും ചെയ്യാൻ നമുക്ക് പ്രയാസം വരും. പക്ഷെ നമ്മൾ ആദ്യം കുറച്ച് നാൾ ഇതിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് എവിടെയും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. ഏത് ആൾക്കൂട്ടങ്ങളിലും പോയി നമുക്കിങ്ങനെ ശാന്തമായി ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിനോദങ്ങൾ എന്ന് പറയുന്നത്, വിനോദയാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ യാത്രകൾ, നമ്മൾ ഈ ഇപ്പോഴത്തെ യാത്രകളൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചിലവേറിയ സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ട്രെക്കിങ്ങിൻ്റെ ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മലയോരത്തൊക്കെ ട്രെക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ചിലവുള്ള സംഗതികളാണ്. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു, നമുക്ക് വേണ്ടത് നമ്മുടെ പരിസരത്തു കൂടി നടന്നാൽ, നമ്മുടെ എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത് ആ നാട്ടിൻ്റെ ചുറ്റും പ്രദേശങ്ങളിലൂടെ നടന്നാൽ തന്നെ നമുക്ക് ആനന്ദം നൽകുന്ന, നമുക്ക് പ്രൊഡക്ടിവിറ്റി നൽകുന്ന പല കാഴ്ചകളും കാണാനുണ്ട്. ആ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ, ആ നടത്തം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു നല്ല പ്രവർത്തിക്കാനുള്ള ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചുമ്മാ ഇരിക്കുന്ന ദിവസങ്ങളിൽ വെറുതെ ബസ് കയറിയിട്ട് അങ്ങോട്ട് പോവുക, അപരിചിതരായ ആൾക്കാരുമായിട്ട് ഇടപെടുക, വെറൈറ്റിയായ ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിക്കുക, തിരിച്ചു വന്നു കഴിയുമ്പോൾ പിന്നീട് കുറേ ദിവസത്തേക്ക് ഈ ഊർജം നിലനിൽക്കുന്നതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 4 അടിത്തൂണുകൾ, ആഹാരം, നിരാഹാരം, വ്യായാമം, വിശ്രമവും അല്പം വിനോദവും, ഇത് കൂട്ടിച്ചേർന്നപ്പോൾ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഞാനിനി ഈ വീഡിയോ ചെയ്ത സമയത്ത് ആഹാരത്തിൻ്റെ വീഡിയോയുടെ താഴെ കുറേ സുഹൃത്തുക്കളിട്ട കമൻ്റ് ഉണ്ട്. അവർ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ആഹാരം കഴിക്കണമെങ്കിൽ എന്ത് വേണം, കയ്യിൽ പണം വേണം. അവർ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ഈ ആരോഗ്യത്തോടെ ജീവിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന് പറയുന്നത്. അത് നമുക്ക് സ്വാതന്ത്ര്യം വേണം. നമുക്ക് തിരഞ്ഞെടുക്കാൻ നമ്മുടെ സമയവും നമ്മുടെ സ്ഥലവും നമ്മുടെ
ഇഷ്ടങ്ങളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത് പണമാണ്. കാര്യം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്, ബന്ധങ്ങളാണ് പിന്നത്തെ സമ്പത്ത്. പണമെന്ന് പറയുന്നത് ഈ സമ്പത്തിനെ, ആരോഗ്യത്തെയും ബന്ധങ്ങളെയും നമുക്ക് സെലക്ട് ചെയ്യാൻ, അതിൽ ക്വാളിറ്റി ഉണ്ടാക്കാനുള്ള ഒരു അവസരം നൽകുന്നത് പണമാണ്. അപ്പോൾ നമ്മൾ ഈ പണത്തെക്കുറിച്ചാണ്, പണം എങ്ങനെയാണ് നമുക്ക് നേടാൻ കഴിയുക, പണം എങ്ങനെയാണ് നിലനിർത്താൻ കഴിയുക, ആ പണത്തെ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിൻ്റെ പുരോഗതിക്കൊപ്പം വളർത്താൻ കഴിയുക എന്നുള്ള വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹാപ്പി ലൈഫ്. ജോയിൻ അവർ കമ്മ്യൂണിറ്റി, എൻറിച്ച് യുവർ ലൈഫ് വിത്ത് ഷാഹുൽ മുസാഫിർ. ഡു ഇറ്റ് ടുഡേ. ഹാപ്പി ലൈഫ്.